നമസ്കാരം. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയവും സൈനികവുമായ ചലനങ്ങൾ വീണ്ടും ഒരു അപകടകരമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. US ഇറാൻ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ലോകം ഒന്ന് ശ്വാസം വിട്ടിരിക്കുമ്പോൾ അതിന്റെ ആത്മാവിനെയും വിശ്വാസ്യതയെയും തകർക്കുന്ന രീതിയിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യാപക വ്യോമാക്രമണം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയാണ്. സമാധാനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ ധാരണകൾ എത്ര നിസ്സാരമായി തകർക്കപ്പെടാമെന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണം. US ഇറാനും തമ്മിൽ ധാരണയായ വെടിനിർത്തലിന്റെ ഭാവി ആശങ്കയിലാക്കി ലെബനനിൽ വ്യാപക വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ആക്രമണത്തിൽ കുറഞ്ഞത് 89 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 700-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബെയ്റൂത്ത് അടക്കം ലെബനനിലെ 100ഓളം ഇടങ്ങളിലാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത്. വെടിനിർത്തൽ എന്നത് വെറും വെടിയൊച്ചകൾ നിശബ്ദമാകുന്നതല്ല, അത് വിശ്വാസത്തിന്റെ പുനർനിർമ്മാണമാണ്. എന്നാൽ ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ ഈ നടപടി ഒരു സൈനിക തന്ത്രം എന്നതിലുപരി ഒരു രാഷ്ട്രീയ ഭീഷണി കൂടിയാണ്. അതായത് സമാധാന പ്രക്രിയകളെ പോലും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കാമെന്ന ഭീഷണി. ഇത് ഇറാനെതിരായ ഒരു നേരിട്ടുള്ള സൈനിക നീക്കമല്ല എന്ന വാദം ചിലർ ഉയർത്തുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം അതിലേറെ സങ്കീർണമാണ്. ലെബനൻ, പ്രത്യേകിച്ച് ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തിൽ ഒരു പ്രധാന ഘടകമാണ്. അതിനാൽ ലെബനിൽ ആക്രമണം നടത്തുന്നത് ഇറാനെ പരോക്ഷമായി ലക്ഷ്യമിടുന്നതിന് തുല്യമാണ്. വെടിനിർത്തൽ കരാറിലൂടെ ഉയർന്നിരുന്ന പ്രതീക്ഷകളെ തകർക്കാനുള്ള ഒരു ശ്രമമായും ഇത് വിലയിരുത്തപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുന്നത് ഡൊണാൾഡ് ട്രംപ് നേതൃത്വത്തിലുള്ള അമേരിക്കൻ നിലപാടിനോടാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നതിൽ നിർണായക പങ്കുവഹിച്ച അമേരിക്ക അതിന്റെ പ്രാബല്യം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം വഹിക്കേണ്ടതായി. എന്നാൽ ഇസ്രായേലിന്റെ ഈ ആക്രമണത്തിൽ ശക്തമായ പ്രതികരണം പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നത് സംശയങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ കാടത്തമെന്ന് വിശേഷിപ്പിച്ച് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ രംഗത്ത് വന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളാണ് തകർന്നത്. ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടയർ നഗരത്തിലെ ജനവാസ മേഖലയിലുള്ള ഒരു ബഹുനില കെട്ടിടം സ്ഫോടനത്തിൽ തകരുകയും സമീപത്തെ കെട്ടിടങ്ങൾ പുകപടലങ്ങളാൽ മൂടുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപ് ടയർ നിവാസികൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ലെബനനിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം ഇറാൻ തടഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയുടെ പ്രധാന നിബന്ധനകളിൽ ഒന്ന് കപ്പലുകളെ സുരക്ഷിതമായി കടന്നു പോകാൻ അനുവദിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 2 ടാങ്കറുകളെ കടത്തിവിട്ട ശേഷം മറ്റുള്ളവയുടെ ഗതാഗതം നിർത്തിവെച്ചതായി ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ലെബനനിൽ ആക്രമണം തുടരുന്നതാണ് ഇറാനെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചത്. ഇവിടെ അമേരിക്കയുടെ സമീപനം സമാധാനത്തിനുള്ള യഥാർത്ഥ പ്രതിബദ്ധതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരു വശത്ത് സമാധാന കരാറുകൾക്ക് മധ്യസ്ഥത വഹിക്കുകയും മറുവശത്ത് അതിനെ തകർക്കുന്ന നീക്കങ്ങൾക്ക് കണ്ണടയ്ക്കുകയും ചെയ്യുന്നത് ഒരു ശക്ത രാഷ്ട്രത്തിന് യോജിച്ചതല്ല. ഇറാന്റെ നിലപാട് ഇവിടെ ശ്രദ്ധേയമാണ്. വർഷങ്ങളായി ഉപരോധങ്ങളും സൈനിക സമ്മർദ്ദങ്ങളും നേരിടുന്ന ഇറാൻ ഈ വെടിനിർത്തൽ കരാറിനെ ഒരു തന്ത്രപരമായ ഇടവേളയായി മാത്രമല്ല സമാധാന സാധ്യതയായി കൂടി കണ്ടിരുന്നു. എന്നാൽ അതിന് മറുപടിയായി ലഭിച്ചത് വിശ്വാസ വഞ്ചനയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, പുനരാവർത്തിക്കപ്പെടുന്ന ഒരു മാതൃകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം അടുത്തെത്തുമ്പോഴെല്ലാം ഏതെങ്കിലും രീതിയിൽ സംഘർഷം വീണ്ടും ഉയരുന്നു. അതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോ അധികാര നിലനിൽപ്പിനായുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ പ്രാദേശിക ആധിപത്യം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളോ ഉണ്ടാകാം. ബെഞ്ചമിൻ നെതന്യാഹു എടുത്ത ഈ നീക്കം പലരും പൈശാചികം എന്നതിലും കടുത്ത രീതിയിൽ വിശേഷിപ്പിക്കുന്നു. കാരണം ഇത് സാധാരണ യുദ്ധനീക്കം മാത്രമല്ല, സമാധാന ശ്രമങ്ങളെ പോലും ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു തകർക്കൽ നടപടിയാണ്. ഒരു പ്രദേശം യുദ്ധത്തിൽ നിന്ന് മാറി സമാധാനത്തിലേക്ക് നീക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തകർക്കുന്നത് മനുഷ്യാവകാശങ്ങളുടെ ഉദ്ദേശത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. അതേസമയം ഡൊണാൾഡ് ട്രംപ് ഈ സാഹചര്യത്തിൽ എടുത്ത നിലപാട് അല്ലെങ്കിൽ എടുത്തിട്ടില്ലാത്ത നിലപാട് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. അമേരിക്കയുടെ മൗനം തന്നെ ഒരു നിലപാടായി വായിക്കപ്പെടുകയാണ്. ഈ മൗനം ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന സംശയം ശക്തമാവുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ വിശ്വാസം എന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. ഒരു കരാർ ഒപ്പുവെക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അതിനെ നിലനിർത്തുന്നത് അത്ര എളുപ്പമല്ല. ഈ സാഹചര്യത്തിൽ US ഇറാൻ വെടിനിർത്തൽ കരാറിന്റെ ഭാവി ഗുരുതരമായ അനിശ്ചിതത്വത്തിലാണ്. ഇപ്പോൾ ചോദ്യം ഒന്നാണ്, ഈ വിശ്വാസ വഞ്ചനയ്ക്ക് ശേഷം സമാധാനം വീണ്ടും പുനർനിർമ്മിക്കാനാകുമോ? അല്ലെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും ഒരു പുതിയ സംഘർഷത്തിന്റെ അഗ്നിക്ക് ഇരയാകുമോ?